മോനെ മണി, നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നേ? എന്തു പറ്റി നിനക്ക്? പൊള്ളുന്ന പനിയുണ്ടല്ലോ ഈശ്വര. ഡോക്ടർ, എന്റെ മോനെ എന്താ പറ്റിയത്? തലയിൽ ആ പന്ത് ഇടിച്ചതാണോ കുഴപ്പമായത്? അത് മാത്രമല്ല, മോനെ ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ടെസ്റ്റിന് എഴുതി തരാം, ഉടനെ ഇത് നടത്തണം. കുറച്ച് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യണം. തൽക്കാലം പനി കുറയാനുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ട് എന്താ വേണ്ടതെന്ന് നോക്കാം. ബ്ലഡ് എടുക്കാൻ ഇപ്പോ ആള് വരും കേട്ടോ. മോനെ മണി, നിനക്ക് എന്താ പറ്റിയത്? ഈശ്വര, എന്റെ കുഞ്ഞിന്റെ ഒരു കോലം കണ്ടില്ലേ? ഞാനിവിടെ ഒറ്റയ്ക്ക് ഇടുന്ന എന്ത് ചെയ്യാനാ? അമ്മേ, ശിവപ്രിയ അച്ഛൻ എന്നാ വരിക? അവരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ മോനെ. കൊച്ചിന്റെ ദീനം ഒഴിപ്പിക്കാൻ നിക്കയല്ലേ അവിടെ. എന്റെ ദൈവമേ, അവളുടെ കാര്യമെങ്കിലും തീർന്നു കിട്ടിയെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് വന്നു കിട്ടിയേനെ. എന്തായോ എന്തോ. എന്താ മഹിമേ? നിങ്ങളിത് എവിടെയാ? ഞാനിവിടെ ക്ഷേത്രത്തിനടുത്തുള്ള സത്രത്തിലാ. അപ്പോ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തോ? അവളുടെ കാര്യം എന്തായി? കുഞ്ഞിന് ഇപ്പൊ വലിയ കുഴപ്പമില്ല. എന്താ മഹിമ വിളിച്ചത്? എന്തിനാ വിളിച്ചെന്നോ? ഇവിടുത്തെ കാര്യങ്ങൾ വല്ല അറിയുന്നുണ്ടോ നിങ്ങള്? എന്റെ മണി സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുവാ. അവൻ എന്തോ വലിയ അസുഖമാ. ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാ പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഡോക്ടർ പറഞ്ഞതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനെന്നോ? ഇതിനൊക്കെ പണം വേണ്ട മനുഷ്യ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യാനാ? ദേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് വരണം. അത് ഇപ്പൊ അവളെയും കൂട്ടി ഒരു യാത്ര പാടില്ല മഹിമേ. പിന്നെ ഞാൻ കാശിന് എന്ത് ചെയ്യും? ദേ, എല്ലാം കൂടെ കുറച്ച് കാശാവും. ഒന്നുകിൽ നിങ്ങൾ ആ കുറുപ്പിനെ വിളിച്ച് പറ, അല്ലെങ്കിൽ അവിടെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങി ഇങ്ങോട്ട് അയച്ചതാ. ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? എന്റെ കൊച്ചിന് എന്താണോ എന്റെ ഈശ്വര. നീ വിഷമിക്കണ്ട, എന്തു വേണോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോണ്ടിരുന്നാലേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ദേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് കാശ് ഇവിടെ എത്തിക്കണം. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ ദേവി, ഒരു തരത്തിലും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഭഗവതി. എന്തു പറ്റിയച്ചാ? ആകെ വിഷമിച്ചിരിക്കുന്ന പോലെ. ഏയ്, കഷ്ടകാലം നമ്മളെ വിടാതെ പിന്തുടരുകയാണല്ലോ മോളെ. നാട്ടിൽ നിന്ന് ഇളയമ്മ വിളിച്ചിരുന്നു. എന്താ, പൈസക്കാണ് അച്ഛനെ വിളിച്ചത്? ആവശ്യം കാശിന് തന്നെയാ. പക്ഷേ മണിക്കുട്ടന് തീരെ വയ്യാത്രേ. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയ്യോ,